ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ഇന്ന് ഞാനൊരു ഗുണപാഠം കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എല്ലാ കഥകളിലും അതിൽ ഓരോ സാരാംശം അടങ്ങിയിട്ടുണ്ട്. ആ സാരാംശങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എല്ലാവരും കഥകൾ പൂർണ്ണമായിട്ട് കേൾക്കുക, എങ്കിലേ നമുക്കുള്ളതായ ആ സാരാംശങ്ങൾ കഥകളിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കഥകൾ കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഇന്ന് നമ്മൾ ഒരു ഗുണപാഠം കഥയാണ് പറയുന്നത്. എല്ലാവരും കേൾക്കുക. ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരച്ഛൻ മകനെ നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത്, നല്ല സ്വഭാവവും കൊടുത്ത്, അതുപോലെ നല്ല ഭക്ഷണം, അതേപോലെ നല്ല വസ്ത്രങ്ങളുമൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ മിടുക്കനായിട്ട് പഠിപ്പിച്ച് നല്ല ജോലിയൊക്കെ മോന് പട്ടണത്തിലൊക്കെ കിട്ടി. ആ സമയത്ത് അച്ഛൻ വിചാരിച്ചു, മോന് നല്ല ജോലിയൊക്കെ ആയി, അപ്പോൾ ഇനി ഒരു വിവാഹം കഴിപ്പിക്കാം. ഏതൊരച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ അച്ഛൻ മകനെ വിവാഹം കഴിപ്പിക്കുവാനായിട്ടുള്ള തീരുമാനമെത്തി. അത് സുന്ദരിയായിരിക്കണം, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണം, ഇതൊക്കെയാണ് അച്ഛൻ്റെ ഒരു തീരുമാനം. അത് മകൻ അതേപോലെ അനുസരിച്ച് നല്ലൊരു കുട്ടിയെ തന്നെ, നല്ല ഉത്തമയായ ഒരു കുട്ടിയെ മകന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പട്ടണത്തിൽ താമസമാക്കി. അപ്പോൾ കുറച്ചു കാലമായി മകനെ ഒന്ന് കണ്ടിട്ട്. മോനും തിരക്കായിട്ടായിരിക്കുമല്ലോ അച്ഛൻ്റെ അടിയിലേക്ക് വരാൻ താമസിക്കുന്നത്. അപ്പോൾ അച്ഛൻ തന്നെ മോൻ്റെ ആ ജോലിയുടെ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പം അച്ഛന് ഭയങ്കര സന്തോഷമായി. മോൻ നല്ല ഉയരത്തിലാണ് ജോലി ചെയ്യുന്നത്, നല്ല ഉയരങ്ങളിലുള്ള പോസ്റ്റാണ് മോൻ്റേത്. അതായത് മോൻ്റെ ചുറ്റോട് ചുറ്റും ധാരാളം ഉദ്യോഗസ്ഥർ, ബിസിനസ് ചെയ്യപ്പെടുന്നവരൊക്കെ വലിയ ചർച്ചയിലാണ്. മോനാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടും സാരഥി. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അച്ഛൻ സ്വയം മകനെക്കുറിച്ച് ഓർത്ത് അഭിമാനിച്ചു. അപ്പം ജോലിക്കാരെല്ലാവരും ആ മകൻ്റെ അടുക്കൽ നിന്ന് പോയി തിരക്കൊക്കെ ഒഴിഞ്ഞ സമയത്ത് അച്ഛൻ മകൻ്റെ അരികിൽ ചെന്ന് സന്തോഷത്തോടെ ആ കൈകളൊക്കെ അച്ഛൻ്റെ മകൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലി ആരാണ്? അപ്പോൾ മകൻ പറഞ്ഞു, അച്ഛാ, അത് ഞാനാണ്. അച്ഛൻ ആ കൈകൾ മെല്ലെ പുറമോട്ട് വലിച്ചു. എൻ്റെ മകന് ഇത്രയ്ക്ക് അഹങ്കാരിയായോ? ഇങ്ങനെയാണോ ഞാൻ ഇവരെ വളർത്തിയത്? ഇതൊക്കെ അച്ഛൻ ചിന്തിച്ചിട്ടാ മുന്നോട്ട് നടന്ന് ഏകദേശം ആ ഓഫീസിൻ്റെ വാതിൽ കടക്കാറായ സമയത്ത് അച്ഛൻ വീണ്ടും തിരിഞ്ഞു ചോദിച്ചു, മോനെ, ഈ ലോകത്തിലെ ശക്തിശാലി ആരാണ്? അപ്പോൾ മകൻ പറഞ്ഞു, മറ്റാരുമല്ല, അത് അച്ഛൻ തന്നെയാണ്. അച്ഛൻ അത്ഭുതത്തോട് ചോദിച്ചു, മോനെ, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം മോൻ പറഞ്ഞത് എന്താണ്? മോൻ തന്നെയാണെന്ന്. ഇപ്പോൾ മോൻ പറയുന്നു ഞാനാണെന്ന്. ഇതെന്താണ് കാരണം അങ്ങനെ പറയുവാനെന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ കൈകൾ എപ്പോഴാണോ മക്കളുടെ തലയിലിരിക്കുന്നത് അപ്പോഴൊക്കെ മക്കൾ തന്നെയാണ് ശക്തിശാലി. അപ്പം മാതാപിതാക്കളുടെ ആ കൈകൾ താങ്ങും തണലുമായിട്ട് കുട്ടികളുടെ തലയിലേക്ക് ഇരിക്കുന്ന സമയത്താണ് കുട്ടികളെപ്പോഴും വലിയവരാകുന്നത്. അതില്ല എങ്കിൽ നമ്മുടെ ജീവിതം തന്നെ വളരെ ദയനീയാവസ്ഥയാണ്, അല്ലേ? അപ്പം മാതാപിതാക്കളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലികൾ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗുണപാഠം കഥയാണ്. നമ്മളെല്ലാവരും ഈ കഥയുടെ മൂല്യം മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികളെ ഇടയ്ക്കൊക്കെ ഈ കഥകൾ, ഇങ്ങനെയുള്ളതായ ഗുണപാഠം കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ പറയണം, ഇന്ന് നിങ്ങളുടെ എല്ലാ ഉയർച്ചയ്ക്ക് കാരണം ഈ മാതാപിതാക്കളാണ്. അവർ മറന്നുപോയാലും നമ്മളവരെ ഓർമ്മിപ്പിക്കുക. അതുപോലെ അവരുടെ താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന രക്ഷകർത്താക്കൾ തന്നെയാണ് ഈ ലോകത്തിൻ്റെ കാരുണ്യമൂർത്തിഭാവമായിരിക്കുന്ന ആ ശക്തിശാലികൾ. എല്ലാവർക്കും ഈ കഥയുടെ ഗുണപാഠം മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട്
ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഇനിയും അടുത്ത ദിവസം ഒരു കഥയുമായിട്ട് ഞാൻ വരും. എല്ലാവരോടും നന്ദി പറയുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.